സോഷ്യൽ മീഡിയയിലെ താരമാണ് രേണുസുതി. പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം താരമായി തിളങ്ങാറുമുണ്ട്. അഭിമുഖങ്ങളിലൂടെയായി പറയുന്ന കാര്യങ്ങളിൽ മിക്കവയും വിവാദമായി മാറാറുണ്ട്. ബിഗ് ബോസിൽ മത്സരിച്ചതോടെ ജീവിതം നന്നായി മാറി എന്നും രേണു പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾ വരെ രേണു ചേച്ചി എന്ന് വിളിച്ച് അരികിലേക്ക് വന്ന് സംസാരിക്കാറുണ്ട്. വീടിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. കിച്ചുവിൻ്റെ പേരുള്ള ആ വീട്ടിൽ വിവാഹശേഷം ഞാൻ താമസിക്കില്ല, ഭർത്താവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് എന്തായാലും പോവില്ല എന്നും രേണു പറഞ്ഞിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം പാർട്ണറായി വരേണ്ടത്. സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ ഓപ്പൺ ആവുന്ന ആളെ എനിക്കിഷ്ടമല്ല. കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കുന്ന ആളെയാണ് എനിക്ക് താല്പര്യം. കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമായിരിക്കണം. ഈ വീഡിയോ കണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന ചോദ്യത്തിന് നമുക്ക് നോക്കാമെന്നായിരുന്നു മറുപടി. റിതപ്പിനെയും കിച്ചുവിനെയും അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. അത്യാവശ്യം സാമ്പത്തികം വേണം. എന്നെ ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തണം. എനിക്ക് കുറച്ച് വിശ്രമമൊക്കെ വേണം. ഇനി അഭിനയിക്കുന്നതൊക്കെ അദ്ദേഹം പറയുന്നത് പോലെ എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി. ലിവിങ് ടുഗദറാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കല്യാണം വേണോ ലിവിങ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ലിവിങ് എന്നാണ് പറഞ്ഞത്. എൻ്റെ ഇഷ്ടം പറഞ്ഞതേ ഉള്ളൂ. വിവാഹം തന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കുള്ളൂ. ഇപ്പോൾ വിവാഹം കഴിച്ചവർ തന്നെ എന്തൊക്കെ അനുഭവിക്കുന്നു. വിവാഹം തന്നെയാണ് ബെറ്റർ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫാമിലിയിലേക്ക് ഓടിപ്പോവാം. ലിവിങ് ടുഗദർ ആണെങ്കിൽ അത് നടക്കത്തില്ല. നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്നതിനാൽ എന്തു വന്നാലും അനുഭവിക്കുക. ഞാനങ്ങനെ ലിവിങ് റിലേഷനിലൊന്നുമല്ല. സിറ്റുവേഷൻ റിലേഷൻഷിപ്പിനോടും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഇനി ഞാൻ UK-യിൽ പോകുമ്പോൾ കാമുകനെ കാണാൻ പോവുകയാണെന്ന് നിങ്ങൾ പറയും. ഒന്നുമല്ല കേട്ടോ, ഇതൊക്കെ വെറും മിഥ്യാധാരണകളാണ്. ഇനി തിരുവനന്തപുരത്തെ ഉച്ചക്കടയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അതും പറയാം, നിങ്ങളെല്ലാം ഞെട്ടും. പ്രണയവിവാഹത്തിലൂടെയായിരുന്നു സുധിയും രേണുവും ഒന്നായത്. നമ്പർ സംഘടിപ്പിച്ച് രേണുവായിരുന്നു സുധിയെ വിളിച്ചത്. ആദ്യ വിവാഹത്തെക്കുറിച്ചും കിച്ചുവിനെക്കുറിച്ചുമൊക്കെ സുധി രേണുവിനോട് പറഞ്ഞിരുന്നു. മകനെ തുടക്കം മുതലേ എൻ്റെ മകനെയാണ് ഞാൻ കണ്ടത്. അവനും അമ്മേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾക്കായിരുന്നു സുധിച്ചേട്ടൻ പ്രാധാന്യം നൽകിയിരുന്നത്. ഷൂട്ടില്ലാത്തപ്പോൾ പാചകം ചെയ്യാനൊക്കെ കൂടും. വിശേഷാവസരങ്ങളിൽ ഞങ്ങൾക്കെല്ലാം പുത്തൻ ഉടുപ്പുകൾ വാങ്ങും. നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് കാണേണ്ടത് എന്ന് എപ്പോഴും പറയും. സ്വന്തമായൊരു വീടില്ല എന്ന വിഷമം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വിയോഗം. അന്ന് അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നുവെങ്കിലും രേണു അതൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ജീവിക്കാനൊരു മാർഗം എന്ന നിലയിലാണ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതെന്നും രേണു വ്യക്തമാക്കിയിരുന്നു.